ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി DCC സെക്രട്ടറിയും കൗൺസിലറുമായ K. അജിത് കുമാർ. ഭരണമാറ്റമുണ്ടായാൽ സെക്രട്ടറിയെ അഴിക്കുള്ളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2021 KK മനോജ് നഗരസഭയിൽ സെക്രട്ടറിയായി എത്തിയപ്പോൾ മുനിസിപ്പൽ ആക്ട് അട്ടിമറിച്ചുകൊണ്ടുള്ള ഏകാധിപത്യ രീതിയിലാണ് മുന്നോട്ടു പോയതെന്ന് K. അജിത് കുമാർ പറഞ്ഞു. ദിവസക്കൂലിക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്ത് രേഖകളില്ലാതെ നഗരസഭയ്ക്ക് വലിയ ബാധ്യത ഉണ്ടാക്കി. 3 വർഷം കഴിഞ്ഞ് സ്ഥലം മാറ്റം വന്നപ്പോൾ MLAയും ചെയർമാനും ഉൾപ്പെടെയുള്ള ലോബി ഇടപെട്ട് അധിക ചുമതല നൽകി വടക്കാഞ്ചേരിയിൽ തന്നെ നിലനിർത്തി. അന്നു മുതൽ അഴിമതിയല്ലാതെ ഒരു പണിയും നടന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പെട്രോൾ പമ്പിന്റെയും കെട്ടിടങ്ങളുടെയും പേരിൽ ലക്ഷക്കണക്കിന് രൂപ അഴിമതിയാണ് നടത്തിയത്. നഗരസഭയുടെ എല്ലാ പ്രവർത്തനവും അട്ടിമറിച്ച് സാമ്പത്തിക ലാഭത്തിനായാണ് സെക്രട്ടറി പ്രവർത്തിച്ചത്. അതിന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അഴിമതിയുടെ കോക്കസായി പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി നഗരസഭാ പാർലമെന്ററി പാർട്ടിയിലും ഇക്കാര്യം ഉന്നയിച്ചുവെന്നും നടപ്പിലാകാതെ വന്നപ്പോഴാണ് നഗരസഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി, കൗൺസിലർമാർ എന്നിവരടങ്ങിയ കോക്കസാണ് ഇതിന് പിന്നിലെന്നും സത്യസന്ധമായി അന്വേഷിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണമാറ്റമുണ്ടായാൽ സെക്രട്ടറിയെ അഴിക്കുള്ളിൽ എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 KK മനോജ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് മുതൽ വടക്കാഞ്ചേരി നഗരസഭയിലെ മുനിസിപ്പൽ ആക്ട് അട്ടിമറിച്ചുകൊണ്ട് കൗൺസിലർമാരുടെയോ ജനങ്ങളുടെയോ അവകാശങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തികച്ചും ഏകാധിപത്യ രീതിയിലാണ് മുന്നോട്ട് പോയത്. മിനിറ്റ്സിന്റെ കോപ്പി കൗൺസിൽ അംഗങ്ങൾക്ക് നൽകിയിരുന്നില്ല. നഗരസഭയിലെ മേശപ്പുറത്ത് വെക്കേണ്ട രേഖകൾ, ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വെച്ചിരുന്നില്ല. ഇയാള് ദിവസക്കൂലിക്കാരെ വെച്ചുകൊണ്ട് ഇവിടെ പ്രളയം വന്നാലും അതുപോലെ കോവിഡ് വന്നാലും ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് ഇനത്തിൽ കൊടുത്ത് ഒന്നും ക്രമവൽക്കരിക്കാതെ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ അവിടെ കുറെ ബിനാമി ആളുകളുണ്ട്, ഇടനിലക്കാര്. ശുചിത്വ മിഷന്റെ ഫണ്ട് വന്നാലും മറ്റ് ഫണ്ട് വന്നാലും ഇവരെ കൊണ്ട് വർക്ക് എവിടെയാണെന്ന് കണ്ടെത്തുക, ആ വർക്ക് ചെയ്യുക, അതിന്റെ കമ്മീഷൻ ഇവർ വിധിച്ചെടുക്കുക. അതിൻ്റെ ഒരു വിഹിതം ചെയർമാനും ബന്ധപ്പെട്ട ഭരണകക്ഷിയിലെ പ്രധാന നേതാക്കന്മാരും വാങ്ങും. വലിയ പ്രശ്നങ്ങളാണ് നഗരസഭയിൽ നടന്നിരുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ മാറണമെന്നാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ശുചിത്വ മിഷനിലേക്ക് മാറ്റി. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ MLAയും നഗരസഭാ ചെയർമാനും ഉൾപ്പെട്ട ലോബി ഇയാൾക്ക് വേണ്ടി ശുപാർശ നടത്തി ഇയാളെ അഡീഷണൽ ചാർജ്, ഒരു നഗരസഭ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു IAS ഇരിക്കേണ്ട ഒരു പോസ്റ്റിൽ, ആ പോസ്റ്റിൽ മുഴുവൻ സമയം ഇരിക്കേണ്ട ഒരാൾ ആവശ്യമുള്ള പോസ്റ്റിൽ വടക്കാഞ്ചേരി പോലെ പുതിയതായി വന്നൊരു നഗരസഭയിൽ ശുചിത്വ മിഷന്റെ മുഴുവൻ ചുമതലയുള്ള ഒരാളെ അധിക ചുമതലയിൽ ഇരുത്തുകയാണ്. അന്ന് തൊട്ട് നഗരസഭയുടെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ഈ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അല്ലാതെ. വസ്തുനിധി പരിഷ്കരണം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാന കാരണം പഴയ കെട്ടിടങ്ങൾ അതിന്റെ മുകളിൽ നിലപണിയുക, അനധികൃതമായി റെഗുലറൈസ് ചെയ്യുക, ലക്ഷങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട്, അതിന്റെ പിന്നിൽ നടക്കുന്ന അഴിമതി. പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അനുമതി നൽകല്. ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറിയുടെ പേരിലുള്ള അലിഗേഷൻ. ഇയാൾ അധിക ചുമതല ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗരസഭാ യോഗത്തിൽ പരാതി നൽകി, അവിടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി, ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന് പരാതി നൽകി. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആൾ ഞങ്ങൾക്ക് രേഖാമൂലം തന്നതല്ല, വിവരാവകാശം അനുസരിച്ച് 7,000 രൂപ കൊടുത്തിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റേ മിനിറ്റ്സിന്റെ കോപ്പി ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഒരു വലിയ അഴിമതി. നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി, ഒരു കൗൺസിലർമാരുടെ ഒരു കോക്കസ്, അവിടുത്തെ ചില ഇടനിലക്കാര്, കരാറുകാര്, ഇവരടങ്ങുന്ന വലിയൊരു കോക്കസാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ കോഴിക്കോട് നഗരസഭയിൽ നടന്ന പോലെ വലിയ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകൾ ഇവിടെ പിടിക്കാൻ പറ്റും. അപ്പോൾ സെക്രട്ടറിയെ മാറ്റി ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. സെക്രട്ടറിയുടെ മുൻകാല നടപടികൾ വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും മിനിറ്റ്സിൻ്റെയും അടിസ്ഥാനത്തിൽ
ഞങ്ങൾ കൊടുത്ത പരാതികൾ വിശദമായി അന്വേഷിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ വിജിലൻസിൽ ഒരു നീതി കിട്ടിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഹൈക്കോടതിയിലൊക്കെ പോവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഞാൻ ലീവ് എടുത്തപ്പോൾ അയാൾ പറഞ്ഞത് ഒരു ശല്യം പോയി കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ആ ശല്യം പുറത്തായാലും അകത്തായാലും എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകും. ഭരണമാറ്റം ഉണ്ടായാൽ ഈ സെക്രട്ടറിയെ അഴിക്കുള്ളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം സംശയമില്ല. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.